JEE മെയിൻ എക്സാമിൽ ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലെയും ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതെന്നുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കെമിസ്ട്രിയിൽ ഒരു നല്ല മാർക്ക് വാങ്ങിയെടുക്കാൻ ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കെമിസ്ട്രിയിലേക്ക് നമുക്ക് ഇറങ്ങാം. ആദ്യമായിട്ട് ക്ലാസ് വൈസ് നോക്കാം. +1 +2 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഓരോ വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിലും +2ൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, +1നേക്കാൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. ഇത് ഫിസിക്സിലും മാത്സിലും ഒക്കെ നിങ്ങൾ കണ്ട സെയിം ട്രെൻഡ് തന്നെയാണ്. സോ ഓവറോൾ നമുക്ക് പറയാൻ പറ്റും JEE മെയിൻ എക്സാമിൻ്റെ കാര്യത്തിൽ +2നാണ് വെയിറ്റേജ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 2019 45-55 ആണ്. അവിടുന്ന് സിമിലർ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം 43% ക്വസ്റ്റ്യൻസ് ആണ് +1ൽ നിന്ന് വന്നത്. 57% ക്വസ്റ്റ്യൻസും +2ൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം ഓർഗാനിക്കിലൊക്കെ വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് എവിടെയാണ് ആക്ച്വലി വരുന്നത്, +2ലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ വർഷവും നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഒരു 55-45 റേഷ്യോയിൽ തന്നെ +2 +1 ചാപ്റ്റേഴ്സിൽ നിന്ന് കെമിസ്ട്രിയിലേക്കും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി കെമിസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ JEE മെയിൻ്റെ സിലബസ് വന്നപ്പം ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് പല ചാപ്റ്റേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി അടക്കം 1-2 ചാപ്റ്റേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ കെമിസ്ട്രിയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇനോർഗാനിക്കിൻ്റെ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് ആണ്. നമുക്കറിയാം കെമിസ്ട്രി നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് 3 ഡിവൈഡ് ചെയ്യാറുള്ളത്. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഇത്രയും അധികം ചാപ്റ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അത്രയും കുറവ് എന്ത് ചെയ്തിട്ടില്ല, ഇനോർഗാനിക്കിൽ വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇനോർഗാനിക്കിൽ ലെസ് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്, മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പോൾ ആ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷനിൽ നിന്ന് വരുന്ന അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള 3 കാറ്റഗറി, 3 യൂണിറ്റുകളിൽ നിന്നും കെമിസ്ട്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ. 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33, 38 and 29 ആണ് ഈ കഴിഞ്ഞ വർഷം. അതിലപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഏതിൽ തന്നെയാണ്, അത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഇനോർഗാനിക്കും അതുപോലെ തന്നെ ഓർഗാനിക്കും പിന്നെ ഫിസിക്കലും ഏകദേശം എല്ലാത്തിൽ നിന്നും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം ആണ്. ചെറിയ വേരിയേഷൻസ് ഇടയ്ക്ക് വരാറുണ്ട്. ആ വേരിയേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗാനിക്കിന് ഒരു മുൻതൂക്കം വരുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ കെമിസ്ട്രിയിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് കട്ട് ചെയ്തെങ്കിൽ പോലും ഇനോർഗാനിക്കിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഏകദേശം ഒരുപോലെയാണ് 3 യൂണിറ്റിൻ്റെയും വെയിറ്റേജ് വരുന്നത്. അതിൽ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരു 6 വർഷത്തെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ വരുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കെമിസ്ട്രിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്, ഓർഗാനിക് കെമിസ്ട്രി ഫോക്കസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ലെസ് നമ്പർ ഓഫ് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിനും നല്ല ശ്രദ്ധ കൊടുക്കണം. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ചില ആളുകൾക്കൊക്കെ അതിലെ കാൽക്കുലേഷൻസും ഫോർമുലാസും അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് ഒക്കെ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ വീക്ക് ആണെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഈ 2 ടോപ്പിക്കുകൾ, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഈ 2 ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരിക. ഓക്കെ, ഇനി ചാപ്റ്റർ വൈസ് വെയിറ്റേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഈ പറയുന്ന 3 യൂണിറ്റിലെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജസിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ആദ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 29% ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ടോട്ടലി ആവറേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ മുഴുവൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോ കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, സൊല്യൂഷൻസ്, തെർമോഡൈനാമിക്സ്, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് തുടങ്ങിയതാണ് ടോപ്പ് 5 ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. ഈ ചാപ്റ്റേഴ്സിലെ കഴിഞ്ഞ ഡിഫറെൻറ്റ് ഇയേഴ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മേലെ കാണുന്നത് ഓരോ ഇയറിലും നടന്ന നമ്പർ ഓഫ് സെഷൻസ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് എക്സാമിനേഷൻസ് ആണ്, പേപ്പേഴ്സ് ആണ്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ചാപ്റ്റേഴ്സിലെല്ലാം വന്നിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി മുതൽ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് വരെയാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 4-5 ചാപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ
വർഷവും വരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ ഫിസിക്കൽ കെമിസ്ട്രി വീക്ക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കാൻ ശ്രമിക്കേണ്ട. അതിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ 5 ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഉണ്ട്, റിഡോക്സ് ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം, സോളിഡ് സ്റ്റേറ്റ് തുടങ്ങിയ ചാപ്റ്റേഴ്സും. ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും സർഫസ് കെമിസ്ട്രിയും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഡാറ്റ അവിടെ കാണാൻ സാധിക്കില്ല, കാരണം അത് രണ്ടും ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അടുത്ത ഇതിലേക്ക് ഓർഗാനിക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ 38% ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്? ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി +1 നമ്മൾ വളരെ ടൈം എടുത്ത് പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് തന്നെയാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, GOC എന്ന് ഷോർട്ടാക്കി നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്ന് 86 ക്വസ്റ്റ്യൻസ് ആണ് 20 പേപ്പറിലും കൂടി ആയിട്ട്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 86 അതിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോ കാർബൺസ് ആണ്, പിന്നെ അമീൻസ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈത്തേഴ്സ്, ബയോമോളിക്യൂൾസ്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ് തുടങ്ങിയ ചാപ്റ്റേഴ്സ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ ഈ പറയുന്ന ഡിഫറെൻറ്റ് യൂണിറ്റുകളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും നമ്പർ, അത്രയും ചാപ്റ്റേഴ്സിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഇത് ഭയങ്കര വലിയൊരു ജമ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് 2023 വരെ നോക്കുകയാണെങ്കിൽ GOCയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ സാധിക്കുക. എന്നാൽ 20 പേപ്പറിൽ നിന്ന് 86 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? GOCയിൽ നിന്നാണ്. സോ 2024 പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GOCയുടെ വെയിറ്റേജ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. 25 സെയിം ആയിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ 100% പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഈ ഒരു ട്രെൻഡ് നമ്മൾ എപ്പോഴും എന്താണ് മനസ്സിൽ വെച്ചിട്ടുണ്ടാവണം. ആൻഡ് താഴേക്ക് പോകുന്നതിനനുസരിച്ച് പോളിമേഴ്സ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഒക്കെ ആക്ച്വലി എന്താണ് ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ് ആണ്. ഈ പോളിമേഴ്സിലൊന്നും ഇവിടെ ഡാറ്റ ഇല്ല. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ 2024 എന്തില്ല? ക്വസ്റ്റ്യൻസ് ഇല്ല. വിച്ച് മീൻസ് അതൊക്കെ എന്താണ് ഡിലീറ്റഡ് ടോപ്പിക്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ചെയ്തിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലൊക്കെ അതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. കെമിസ്ട്രി, ഡെയിലി ലൈഫ് അതുപോലത്തെ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാനും സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പോൾ ഇതാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന 5-6 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി ഇനോർഗാനിക്കിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക 33% ആണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ നിന്നാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്. D and F ബ്ലോക്ക് എലമെൻറ്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, നമ്മുടെ പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി തുടങ്ങി ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇനോർഗാനിക് കെമിസ്ട്രിയിലാവട്ടെ ഓവറോൾ കെമിസ്ട്രിയിലാവട്ടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് കഴിഞ്ഞൊരു 5 വർഷത്തെ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ അഗെയിൻ നിങ്ങൾ നോക്കുക, D and F ബ്ലോക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ഇനി ഇതിൽ S ബ്ലോക്ക്, ഹൈഡ്രജൻ പോലുള്ള ചാപ്റ്റേഴ്സ്, നമ്മുടെ ഇനോർഗാനിക്കിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന S ബ്ലോക്ക്, ഹൈഡ്രജൻ പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ് 2024 അത് ഡിലീറ്റഡ് ആണ്. ഇനി വരുന്ന സിലബസിലും മോസ്റ്റ് പ്രോബബ്ലി അത് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് കെമിസ്ട്രിയിൽ ഒരു സ്റ്റുഡൻറ്റ് JEE മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ഹൈ ഔട്ട്പുട്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് നിയർലി 90 മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അത് നമ്മുടെ GOC ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, D and F ബ്ലോക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, സ്ട്രക്ചർ ഓഫ് ആറ്റം സൊല്യൂഷൻസ് എന്ന് തുടങ്ങി നമുക്ക് പീരിയോഡിക് ടേബിളും ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 10 ചാപ്റ്റേഴ്സാണ് ഹൈ ഔട്ട്പുട്ട് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് ചാപ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. 30 ക്വസ്റ്റ്യൻസും കൂടെ കൗണ്ട് ചെയ്തുകൊണ്ട് കെമിസ്ട്രിയിൽ 2024 17% മാർക്കും വന്നത് GOCയിൽ നിന്നാണ്. അതുപോലെ 9.4% മാർക്ക് വന്നിട്ടുള്ളത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ നിന്നാണ്. അപ്പോൾ ഈ ഇത്രയും ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ഇതാണ് ടോപ്പ് ചാപ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റുക. ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രെൻഡ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. വെയിറ്റേജ് ഇസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ സെഷൻസ്. 2 എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ ജനുവരി അറ്റംപ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് ഓൾമോസ്റ്റ് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 27 ആദ്യത്തെ എക്സാമിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് GOC എന്ന് വന്നത്. അത് കഴിഞ്ഞിട്ട് 6 വന്നു, 4, 5. അപ്പം എല്ലാത്തിൽ നിന്നും അത്യാവശ്യം വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം 31-ാം തീയതി നടന്ന എക്സാമിൽ വെറും 2 ക്വസ്റ്റ്യൻ മാത്രമാണ് GOC എന്ന് വന്നത്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ എപ്പോഴും വന്നേക്കാം. നമ്മളിതിൻ്റെ ആവറേജിനെ കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചത്. അത് വെച്ചിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പറും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് 100% ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ നമ്പർ നമുക്കിവിടെ കാണാം. അതുപോലെ D and F ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷേ അതിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ പോലും വരാത്ത ഒരു ഷിഫ്റ്റ് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമുക്കത് കാണാം. ഇനി ഇവിടെയും സിമിലർലി ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹാലോ ആൽക്കീൻസ് എന്നുള്ള ചാപ്റ്ററിനും ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത ഷിഫ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈഡ്രോ കാർബൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും വരാം. എല്ലാ സബ്ജക്റ്റിലും നമുക്ക് 100% ഒരിക്കലും ഒരാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്കൊരു ട്രെൻഡാണ് പറയാൻ പറ്റുക. അതുകൊണ്ട് 1, 2, 3 ചാപ്റ്റർ മാത്രം നോക്കി നിൽക്കാതെ നമുക്ക് ഈ ടോപ്പ് ചാപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നവരെ എല്ലാം എന്ത് ചെയ്യാം?
നല്ല സീരിയസ്നെസ്സോട് കൂടി പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ മാർക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കുറഞ്ഞാലും താഴെയുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടും. അതുകൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സാണ് ആക്ച്വലി കെമിസ്ട്രിയിലെ ജെഇ മെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. ഏപ്രിൽ അറ്റംപ്റ്റിലേക്ക് പോയാലും ഇതുപോലത്തെ സിമിലർ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷേ ആൽഡിഹൈഡ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്. അതുപോലെ ഇവിടെ അമീൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ആൽക്കഹോൾസിൽ നിന്നും ആ ഒരു ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഓരോ ഷിഫ്റ്റിലും ഓരോ അറ്റംപ്റ്റിലും എന്ത് ചെയ്യാണ് വന്നേക്കാം. പക്ഷേ നമ്മൾ ഈ ടോട്ടലി ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നമുക്ക് എത്ര മാർക്ക് വാങ്ങാൻ പറ്റും? നിയർലി 90 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഫൈനലി പറയാനുള്ളത്, കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഹൈ സ്കോറിംഗ് പേപ്പർ തന്നെയാണ്. ഏത് എക്സാം എടുത്താലും കെമിസ്ട്രിയാണ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ആയിട്ട് എപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് ജെഇയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് പൊതുവെ എപ്പോഴും ടഫാണ് വരാറുള്ളത്. കെമിസ്ട്രിയിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, കെമിസ്ട്രിയിൽ ഒരു 99%, കെമിസ്ട്രിയിലെ 99% എത്താൻ കഴിഞ്ഞ വർഷം 75 മാർക്ക് വേണമായിരുന്നു 100-ൽ. അത് ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഹൈ മാർക്ക് തന്നെയാണ്. അതിൻ്റെ മുന്നത്തെ വർഷത്തിൽ പോയി കഴിഞ്ഞാൽ ജനുവരി സെഷനിൽ 63 വേണ്ടിയിരുന്നത്, അതുപോലെ 70. ഇനി ഏപ്രിൽ സെഷനിലേക്ക് വരികയാണെങ്കിൽ 2024 77 മാർക്ക് വേണ്ടിയിരുന്നു 99% എത്താൻ വേണ്ടിയിട്ട്. 65 ആണ് അതിന് മുന്നത്തെ വർഷം വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങളൊരു 70+ സ്കോർ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കെമിസ്ട്രിയിൽ 70-ൽ കൂടുതൽ മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് സ്കോർ ചെയ്യണം. ഫിസിക്സിലും 70 തന്നെ നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. മാത്തമാറ്റിക്സിൽ ഒരു 40 to 50 സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെ എത്തും? നിങ്ങൾ 99% എത്തും. ഇനി ഒരു 95% എത്തണമെങ്കിൽ തന്നെ 56 മാർക്ക് വേണം. അപ്പോൾ മനസ്സിലാക്കുക, കെമിസ്ട്രി ഒരു ഹൈ സ്കോറിംഗ് പേപ്പർ ആയിരിക്കും. ഈ വർഷവും അത് അങ്ങനെ തന്നെ ആകും. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ടോപ്പ് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? മര്യാദക്ക് പഠിക്കുക. ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 100-ൽ 90-ൻ്റെ അടുത്തേക്ക് നമുക്ക് എയിം ചെയ്യാൻ പറ്റും. അതിൽ നിന്നൊരു 70, 75 അല്ലെങ്കിൽ 80 സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജെഇ മെയിന് നമുക്ക് എക്സലൻറ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതോടുകൂടി സബ്ജക്റ്റ് വൈസ് വെയിറ്റേജിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതനുസരിച്ച് അടുത്ത 5 മാസം പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ് നിങ്ങൾക്ക്. ആൻഡ് 2025-ൽ ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ വീഡിയോ കാണുക. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പ്രാക്ടീസ് തുടങ്ങുക, ടെസ്റ്റുകൾ എഴുതി തുടങ്ങുക, മോക്ക് എക്സാമുകൾ എഴുതി തുടങ്ങുക. ഈ വരുന്ന ജനുവരിയിൽ തന്നെ നല്ലൊരു പെർസെൻറ്റേജോടുകൂടി നിങ്ങൾക്ക് ഒരു അടിപൊളി NITയിൽ തന്നെ സീറ്റ് ഉറപ്പിക്കുക. ബാക്കിയുള്ള 4 മാസം ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അൾട്ടിമേറ്റ് ഡ്രീം ആയിട്ടുള്ള IITക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.